നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പണമല്ല ഇവിടെ പ്രധാനമെന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ പണമുണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റൂ എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു 16-കാരന്റെ ഒരു വാർത്ത. അതായത് കഴിഞ്ഞ കുറച്ചധികം വർഷമായിട്ട് താൻ എന്തിനെയോ ഭയക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 16 വയസ്സുള്ള കുട്ടി സ്ഥിരമായിട്ട് വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ്. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ്. തന്നെ വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു അമാനുഷിക ശക്തി ഭയപ്പെടുത്തുന്നുണ്ട്, ആക്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു 16-കാരൻ താൻ ഇനി വെള്ളത്തിൽ തന്നെ ജീവിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജലാശയത്തിൽ സ്ഥിരമായിട്ട് മുങ്ങിക്കിടക്കുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടത്. പലപ്പോഴും അയാൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി മീഡിയകളൊക്കെ അയാളെ ഫോളോ ചെയ്തിരുന്നു. അവരും കണ്ടത് സമാന രീതിയിലുള്ള കാര്യം. ഈ ജലാശയത്തിൽ മുങ്ങിക്കിടന്ന് ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ കിടക്കുന്ന 24 മണിക്കൂറും ആ വെള്ളത്തിൽ തന്നെ കിടക്കുന്ന ആ കുട്ടി ചിലപ്പോഴൊക്കെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കാറുണ്ട്. ആ പുറത്ത് വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ കുട്ടിക്ക് ദേഹമാസകലം എന്തോ വരിഞ്ഞു മുറുകുന്നത് പോലെ ആ കുട്ടി വേദന കൊണ്ട് പിടയുന്ന കാഴ്ചകളാണ് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തത്. എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടതെന്ന് ആർക്കും തന്നെ മനസ്സിലായില്ല. ഈ പറയുന്നത് പോലെ ഈ അമാനുഷിക ശക്തിയാണ് ആ കുഞ്ഞിനെ ഈ തരത്തിൽ ആക്രമിക്കുന്നത് എന്നുള്ള സംശയങ്ങൾ പടർന്നിരുന്നു. എന്നാൽ ഇപ്പോഴിതാ അതിനൊരു നിർണായകമായിട്ടുള്ള ഒരു കാര്യം പുറത്തു വരികയാണ്. ആ കുട്ടിക്ക് ഒരു പ്രത്യേകതരം രോഗമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വർഷങ്ങളായിട്ട് ഈ രോഗം എന്താണ് എന്ന് പോലും സ്ഥിരീകരിക്കാനാകാതെ ആരോഗ്യ മേഖലയടക്കം കൈവിട്ട കുട്ടിക്ക് കൈത്താങ്ങായിട്ട് ഇപ്പോൾ ആനന്ദ് അംബാനി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അതായത് ചികിത്സയ്ക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വേണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട കുട്ടി ആയതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ബന്ധുക്കൾക്കും വീട്ടുകാർക്കും അത് സ്വരൂപിക്കുക, ആ പണം കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമാണ്. രണ്ടാമത്തെ കാര്യം, എത്രയൊക്കെ ചികിത്സിച്ചിട്ടും മാറാത്ത ഈ ഒരു രോഗത്തിന് എത്ര രൂപ ചിലവായാലും പ്രശ്നമില്ല, നിങ്ങൾ അവനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആനന്ദ് അംബാനി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ആനന്ദ് അംബാനിക്ക് അത്തരത്തിൽ പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയത് അയാളുടെ കയ്യിലുള്ള പണമാണ്. ആ പണം വെച്ച് ഈ ലോകത്ത് നിന്ന് എത്ര അഡ്വാൻസ്ഡ് ലെവലുള്ള ചികിത്സയും ആ കുട്ടിക്ക് ഉറപ്പ് നൽകുകയാണ് ഇപ്പോൾ അദ്ദേഹം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ചിലയിടങ്ങളിലൊക്കെ ഒരുപക്ഷെ പണത്തിന് ചില ആശ്വാസങ്ങൾ നൽകാൻ സാധിക്കുമെന്നുള്ളത്. എന്തായാലും അപൂർവമായ ഒരു രോഗാവസ്ഥ കാരണം ദീർഘകാലമായിട്ട് കുളത്തിൽ തന്നെ ജീവിച്ചു വരികയായിരുന്ന 16-കാരന് വിദഗ്ധ ചികിത്സ ആനന്ദ് അംബാനിയുടെ നേതൃത്വത്തിൽ ഉറപ്പായി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലെ ജില്ലയിലാണ് ബെൽദംഗം എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇക്ബാൽ എന്ന് പറയുന്ന ഒരു 16-കാരൻ എപ്പോഴും കുളത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇക്ബാൽ എന്ന കൗമാരക്കാരന്റെ ആരോഗ്യസ്ഥിതിയാണ് അത്തരത്തിൽ അയാളെ കൊണ്ട് വെള്ളത്തിൽ തന്നെ മുങ്ങിക്കിടക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് വിവരങ്ങൾ. ശരീരത്തിന്റെ ഈ ത്വക്കിനൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം രോഗമാണതെന്നാണ് വിവരം. ആ രോഗം മൂലം ഈ അമാനുഷിക ശക്തികളൊക്കെ ആക്രമിക്കുന്നത് പോലെ ആ കുട്ടിക്ക് തോന്നുകയായിരുന്നു. യഥാർത്ഥത്തിൽ ആ ഒരു രോഗാവസ്ഥയാണ് അത്. ഈ തണുപ്പ് അല്ലാത്ത സമയത്ത് ശരീരമാകെ ചൂട് പോലെ തോന്നുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് വിവരം. എന്തായാലും കുട്ടിയുടെ ചികിത്സയ്ക്ക് സഹായ ഹസ്തവുമായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള ആനന്ദ് അംബാനി തന്നെ രംഗത്തെത്തിയത് വലിയ കയ്യടി നേടുകയാണ്. ആനന്ദ് അംബാനിയുടെ നിർദ്ദേശപ്രകാരം വിദഗ്ധ ചികിത്സയ്ക്കായി ഇയാളെ മുംബൈയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇക്ബാലിന്റെ അസാധാരണമായ അവസ്ഥ ശ്രദ്ധയിൽപ്പെടുകയും കുടുംബം സാമ്പത്തിക സഹായം തേടുകയും ചെയ്തതിനെ തുടർന്നായിരുന്നു ഇക്ബാലിനെ സർ റിലയൻസ് ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കാൻ ആനന്ദ് അംബാനി അറിയിച്ചത്. അവിടെയുള്ള വിദഗ്ധരായ ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ അവസ്ഥ പരിശോധിച്ച് ചികിത്സ ആരംഭിക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന സൂചന. ശരീരത്തിൽ എപ്പോഴും എരിച്ചിൽ അനുഭവപ്പെടുന്ന ഇയാൾ രാപ്പകലില്ലാതെ ഏറെ കാലമായി വർഷങ്ങളോളമായി കുളത്തിൽ തന്നെയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. രാപ്പകലില്ലാതെ കുളത്തിൽ കഴിയുന്ന ഇക്ബാലിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായതോടെയാണ് ആനന്ദ് അംബാനി ഇത് ശ്രദ്ധിക്കുന്നത്. അദ്ദേഹത്തിന്റെ അസാധാരണമായ അവസ്ഥയിലേക്ക് എന്ത് പരിഹാരം കൊണ്ടുവരാമെന്ന് ശ്രദ്ധിച്ചതോടെയാണ് ആനന്ദ് ചികിത്സ ഉറപ്പാക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്.
വെള്ളത്തിന് പുറത്തിറങ്ങുമ്പോൾ ശരീരമാകെ കരിച്ചിൽ അനുഭവപ്പെടുമെന്നും അതിനാൽ ദീർഘനേരം വെള്ളത്തിനടിയിൽ തന്നെ തുടരാൻ താൻ നിർബന്ധിതനാകുകയാണ് എന്നും ആ 16-കാരൻ പലപ്പോഴും പല ആളുകളോടും പ്രതികരിച്ചിരുന്നു. അങ്ങനെയാണ് അയാൾ വെള്ളത്തിൽ തന്നെ കഴിക്കാനും ഉറങ്ങാനും ഒക്കെ തീരുമാനിക്കുന്നത്. ജിന്ന് അല്ലെങ്കിൽ എന്തോ ഒരു അദൃശ്യ ശക്തിയാണ് തന്നെ ഇത്തരത്തിൽ ആക്രമിക്കുന്നത് എന്ന് പ്രദേശവാസികളൊക്കെ പറയുകയും ചെയ്തതോടുകൂടെ ഡോക്ടേഴ്സൊക്കെ അയാളെ കൈവിട്ടപ്പോൾ സ്വാഭാവികമായിട്ട് ബന്ധുക്കളും അത് വിശ്വസിക്കുകയാണ് ഉണ്ടായത്. കുളത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മറ്റൊരു വീഡിയോ കൗമാരക്കാരന്റെ അവസ്ഥ കൂടുതൽ വ്യക്തമാക്കുന്നതായിരുന്നു. അപൂർവമായ ആരോഗ്യ പ്രശ്നം കാരണം ബെൽദഗംഗയിലെ ഇക്ബാൽ ദീർഘകാലമായി കുളത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ആ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണെന്ന് മനസ്സിലാക്കിയതോടെ കൃത്യമായ ചികിത്സയ്ക്ക് വേണ്ടി ആനന്ദ് അംബാനി ഇടപെടൽ നടത്തുകയായിരുന്നു. ഇത്രയധികം കാലം വെള്ളത്തിൽ തന്നെ തുടരുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യകരമായ മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ച് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുമ്പോഴും ആ കുഞ്ഞിന് കുറച്ചുനേരം ആശ്വാസമായിക്കോട്ടെ, അതത്ര വേദന സഹിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് മാതാപിതാക്കളും ആ കുട്ടിയുടെ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്തതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നിലവിൽ ഇക്ബാൽ മുംബൈയിലെ ആശുപത്രിയിൽ വിദഗ്ധ പരിചരണത്തിലാണെന്നാണ് സൂചനകൾ. അവിടെ ഡോക്ടർമാർ ഇയാളുടെ അവസ്ഥ വിലയിരുത്തുകയും കൂടുതൽ ചികിത്സ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇക്ബാലിന്റെ കൃത്യമായ രോഗനിർണയം ഇതുവരെ സംഭവിച്ചിട്ടില്ല. സ്ഥിതി എന്താണ് ഇക്ബാലിന് സംഭവിച്ചത്, എന്ത് രോഗാവസ്ഥയിലൂടെയാണ് ഇക്ബാൽ കടന്നു പോകുന്നതെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ചില ഡോക്ടർമാർ അദ്ദേഹത്തിന് എറിത്രോമെലാൻജിയ എന്ന് പറയുന്ന രോഗമാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ രോഗം എന്ന് പറയുന്നത് ഇത് കടുത്ത വേദന നൽകുന്ന ഒരു രോഗമാണ്. ചൂട്, ചുവപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു അപൂർവ രോഗമാണ് ഈ പറയുന്ന എറിത്രോമെലാൻജിയ. ഒരു അപൂർവ രോഗം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാം. കൈകളും കാലുകളും ഒക്കെ പ്രധാനമായിട്ടും ബാധിക്കപ്പെടുന്ന ഒരു രോഗമാണിത്. രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിലാണ് ചികിത്സ പ്രധാനമായും ഇതിലുള്ളത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിനാൽ ഈ അവസ്ഥ വിട്ടുമാറാത്തതും കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ളതുമാണെന്ന് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. ഇക്ബാലിന്റെ ലക്ഷണങ്ങളുടെ കാരണം എന്ന് പറയുന്നത് നിർണായകമാകുന്നതിലും സാധ്യമായ ചികിത്സ ഓപ്ഷനുകൾ പര്യവേഷണം ചെയ്യുന്നതിനുമായി മുംബൈയിലെ ഡോക്ടർമാർ വിശദമായ പരിശോധനകൾ നടത്തുമ്പോഴും ഇക്ബാലിന് ഈ ഒരു സ്റ്റേജിൽ നിന്ന് മാറി വരാൻ പറ്റുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ പറയാൻ പറ്റുകയുള്ളൂ. എന്നാലും കൈകാലുകളിലെ രക്തക്കൊയലുകളിലെയും നാഡികളിലെയും ബാധിക്കുന്ന ഒരു രോഗമാണ്, അപൂർവ രോഗമാണ് എറിത്രോമെലാൻജിയ എന്ന് പറയുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് പ്രധാനമായും പാദങ്ങളിലും കൈപ്പത്തികളിലും കഠിനമായ കത്തുന്ന വേദന അനുഭവപ്പെടുന്ന ഒന്നാണ്. ചർമ്മം ചുവന്നു തുടുക്കുക, അമിതമായ ചൂട് തോന്നുക എന്നിവയാണ് ഇതിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ. പ്രധാന ലക്ഷണങ്ങൾ കൈകളിലും കാലുകളിലും അതിശക്തമായ കരിയുന്ന വേദനയോ പുകച്ചിലോ ഉണ്ടാകുമെന്നുള്ളതാണ്. ബാധിത പ്രദേശങ്ങളിൽ അസാധാരണമായ ചുവപ്പ് നിറമുണ്ടാകും. തൊടുമ്പോൾ തൊലിപ്പുറത്ത് അമിതമായ ചൂട് അനുഭവപ്പെടുകയും ചെയ്യും. ചൂട് കൂടുമ്പോഴോ വ്യായാമം ചെയ്യുമ്പോഴോ ദീർഘനേരം നിൽക്കുമ്പോഴോ ലക്ഷണങ്ങൾ വഷളാകുകയും ചെയ്യും. പ്രാഥമിക എറിത്രോമെലാൻജിയ എന്ന് പറയുന്നതിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനിതകപരമായിട്ടുള്ള കാരണങ്ങളായാലും പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങളായാലും ഇതിനുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ദ്വിതീയ എറിത്രോമെലാൻജിയ എന്ന് പറയുന്നത് രക്തസംബന്ധമായിട്ടുള്ള മറ്റ് രോഗങ്ങളാണ്. നാഡീ തകരാറുകൾ അല്ലെങ്കിൽ സ്വയം പ്രതിരോധ രോഗങ്ങൾ എന്നിവയുടെ ഫലമായിട്ടായിരിക്കാം ചിലപ്പോഴൊക്കെ ഇത്തരം രോഗാവസ്ഥ വരുന്നത്. പ്രതിരോധവും ചികിത്സയും ചൂടേൽക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിന് അപ്പുറത്തേക്ക് ഒരു ചികിത്സ ഉറപ്പാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നിലവിൽ ഇക്ബാലിന്റെ കാര്യത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.